സീസണിലെ പകുതിയോളം മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്ലേ ഓഫിന് തൊട്ടടുത്തെത്തിയിരുന്നു ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ്. ആദ്യ മത്സരങ്ങളിൽ തോൽവി അറിയാതെ 13 പോയിന്റ്. ഒന്നോ രണ്ടോ മത്സരങ്ങൾ കൊണ്ട് പ്ലേ ഓഫ് സ്ലോട്ട് ലോക്ക് ചെയ്യേണ്ടിയിരുന്ന ടീം ശേഷം തുടർച്ചയായ 5 മത്സരങ്ങൾ തോറ്റ് പ്ലേ ഓഫ് കാണാതെ പുറത്താകുമോ എന്ന ഭീഷണിയിലാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെയും അവസാന നിമിഷമാണ് പഞ്ചാബ് വിജയം കൈവിട്ടത്. അവസാന 3 ഓവറിൽ 50-നടുത്ത് റൺസ് വേണമെന്നിരിക്കെ തിലക് വർമ്മയും വിൽ ജാക്സും നടത്തിയ വെടിക്കെട്ട് ഇന്നിംഗ്സുകൾ. അങ്ങനെ 201 റൺസ് വിജയലക്ഷ്യം ഒരു പന്ത് ശേഷിക്കെ 6 വിക്കറ്റിന് മുംബൈ മറികടന്നു. തിലക് 33 പന്തിൽ 75 റൺസും വിൽ ജാക്സ് 10 പന്തിൽ 25 റൺസും നേടി പുറത്താകാതെ നിന്നു. റയാൻ റിക്കൽട്ടൺ 48 റൺസ് നേടിയപ്പോൾ രോഹിത് ശർമ്മയുടെയും ഷെർഫൈൻ റുദർഫോർഡിന്റെയും മെല്ലെ പോക്ക് ഇന്നിംഗ്സ് മുതലാക്കാൻ പഞ്ചാബിനായില്ല. നന്നായി പന്തെറിഞ്ഞ യസുവേന്ദ്ര ചഹലിന്റെ ഓവർ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാത്തതടക്കം ശ്രേയസിന്റെ പല തന്ത്രങ്ങളും പിഴയ്ക്കുകയും ചെയ്തു. നേരത്തെ ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന് പ്രൊപ്സിമ്രാൻ സിംഗിലൂടെ മികച്ച തുടക്കമാണ് ലഭിച്ചത്. ആദ്യ 5 ഓവറിൽ 50 കടന്നെങ്കിലും ദീപക് ചഹറിന്റെ മികച്ച പ്രകടനം സ്കോർ ഉയർത്തുന്നത് തടഞ്ഞു. പ്രൊപ്സിമ്രാൻ സിംഗ് 32 പന്തിൽ 57 റൺസ് നേടി സീസണിലെ 5ാമത്തെ 50 തികച്ചു. കൂപ്പർ കനോളിയും ശ്രേയസ് അയ്യറും റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയപ്പോൾ ഷർദുൽ താക്കൂർ അവരെ പുറത്താക്കി കളി മുംബൈയുടെ ഭാഗത്താക്കി. പിന്നീട് ഉമർ സായിയുടെയും സേവിയർ ബോൾട്ടിന്റെയും മലയാളി താരം വിഷ്ണു വിനോദിന്റെയും ഇന്നിംഗ്സുകൾ പഞ്ചാബിനെ 200 കടത്താൻ സഹായിച്ചു. ഈ തോൽവിയോടെ പഞ്ചാബിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ സങ്കീർണമായിരിക്കുകയാണ്. നിലവിൽ 22 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റാണ് അവർക്കുള്ളത്. ചെന്നൈ, രാജസ്ഥാൻ ടീമുകൾക്ക് അടുത്ത മത്സരങ്ങളിൽ ജയിച്ചാൽ പഞ്ചാബിനെ മറികടക്കാം.